നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ആക്ച്വലി ഇതൊരു പുതിയ ഡെക്ക് ഞാൻ വാങ്ങിച്ചതാണ്, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഞാനിതെടുത്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ടോപ്പിക് എന്തായിരിക്കും ഒന്നും അറിയില്ല. ഞാൻ കാർഡ്സ് വരുന്നതിനനുസരിച്ചിട്ട് ടോപ്പിക് ഇടുള്ളൂ. നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് എന്തെങ്കിലും എന്ത് ഇൻഫർമേഷൻ വരുന്നോ അതിനെ ഞാൻ എങ്ങനെ പറയാൻ പറ്റും എന്ന് പോലും എനിക്ക് പറയില്ല. ജസ്റ്റ് ഈ ഒരു ഡെക്ക് യൂസ് ചെയ്യണം എന്നെനിക്ക് തോന്നി, അതുകൊണ്ട് എടുക്കണം. അഡ്വൈസ് ആയിട്ട് വരുമോ അതോ നിങ്ങൾ സിറ്റുവേഷനെ കുറിച്ച് കാണുമോ, പേഴ്സണൽ ഫീലിങ്സ് കാണുമോ, എന്താണെന്നൊന്നും എല്ലാം റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന രീതിക്ക് ഞാൻ എടുക്കാൻ പോവാണ്. ഓക്കെ, ഒരു 10 കാർഡ് എടുത്തിട്ട് നമുക്കതിനെ പറയാം. രസമുണ്ട്. ഇതിലെ വേർഡ്സും കുറച്ച് ഒറക്കിൾ കാർഡ്സാണിത്, വേർഡ്സ് പോലെയാണ്. സോ എനിക്ക് ഇഷ്ടമായി, ഇതിലെ വാക്കുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോക്കട്ടെ ഇതെങ്ങനെ റീഡിങ്ങിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ബന്ധത്തിൽ എനിക്ക് എന്ത് ഗൈഡൻസ് നമുക്ക് യൂണിവേഴ്സ് തരുന്നോ അത് ഇതിൻ്റെ ത്രൂ നമുക്ക് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ഡിറ്റക്റ്റീവ്, റണ്ണിങ് വാട്ടർ, ഫ്രണ്ട്സ്, ഓക്കെ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഹോപ്പ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ സ്റ്റാർ കാർഡുമായിട്ട് കമ്പയർ ചെയ്ത് പറയാം. സ്റ്റാർ ഈ സ്കൈ, ഡ്രീംസ്, ഹോപ്സ്, ഫ്യൂച്ചർ. ഓക്കെ, അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ട്. നിങ്ങൾക്ക് തമ്മിൽ എന്തോ ഒരു ഫ്യൂച്ചർ ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്കൊരു ഹോപ്പ് യൂണിവേഴ്സ് തരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ എനിക്ക് ഹീലിംഗ് കണ്ടു, ഹീലിംഗ്, ഹെൽത്ത് ആൻഡ് കെയർ. ഓക്കെ, ഹീലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് വരുന്ന ഒരു എനർജി, അതിവിടെ എനിക്ക് ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. സോ ഒരു നിങ്ങളുടെ മേലെ ആ ഒരു വെളിച്ചം വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നമുക്കൊരു ബെറ്റർമെൻറ്റ് എന്ന രീതിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു ഹീലിംഗ് വരും എന്ന് പ്രതീക്ഷിക്കാം. ലീഡർഷിപ്പ്, ഇൻഫ്ലുവൻസ്. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം എടുക്കുന്ന ഒരു ലെവലാണ് എനിക്ക് കാണുന്നത്. മെയിനായിട്ട് പേഴ്സൺ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു കുറച്ചുകൂടി മെച്ചുവേർഡായിട്ട് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടത് എന്നൊരു തീരുമാനം എടുക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു ഹോപ്പ്, പ്രതീക്ഷ ഉണ്ട്. അങ്ങനെ നമുക്കിവിടെ ബാക്കി കാർഡ്സ് എന്താ പറയുന്നത് ഒരു ചെറുതായിട്ട്. ഡിറ്റക്റ്റീവ് എന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ കുറച്ച് പേർക്ക് ഇവിടെ ഇത് മാത്രമേ ഒരു ഓക്യുപ്പേഷനായിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ പോലീസ് അല്ലെങ്കിൽ ആർമി അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് പോലെ എന്താ പറയുക, അങ്ങനത്തെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കാം മേ ബി. ഓക്കെ, അല്ലെങ്കിൽ ഇത് കൂടുതലും എനിക്ക് പറയാനുള്ളത് ലൈക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അവരെ വാച്ച് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവാം, രണ്ടും ഉണ്ടാവാം. സോ നിങ്ങൾ ഐ തിങ്ക് പരസ്പരം ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, സൈലൻ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളും ഉണ്ടാവാം. ഡിറ്റക്റ്റീവ് വർക്കാണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അവരും അതേപോലെ നിങ്ങളെക്കുറിച്ചായിരിക്കാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഡിറ്റക്റ്റീവ് വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്, സ്പൈ വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, മൗണ്ടനിയറിങ് എന്ന് കാണുന്നുണ്ട്. ആക്ച്വലി റണ്ണിങ് വാട്ടറും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധം, ഇപ്പം നിങ്ങളുടെ ബന്ധത്തിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ചാലഞ്ചസ് ഉണ്ട് എന്ന രീതിക്കാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അത് കൈവിട്ടിട്ടില്ല. ഓക്കെ, ഈ ബന്ധം അങ്ങനെ വിട്ടുകളഞ്ഞായിട്ട് എനിക്ക് കാണുന്നില്ല. പക്ഷെ മേ ബി കുറച്ച് ഇഷ്യൂസ്, കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഒരു സ്ട്രഗ്ലിങ് ഫേസ് ആയിരിക്കാം ഇപ്പം നിങ്ങൾക്ക്. ഓക്കെ, രണ്ടുപേരും ഈ ബന്ധത്തിനെ ഒന്ന് വിട്ടുകളയാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചില ചാലഞ്ചസ് വരുമ്പോൾ നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യുമെന്ന് പറയില്ലേ, ആ രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നു. ആൻഡ് ഇവിടെ മൊബിലിറ്റി, അഡാപ്റ്റേഷൻ ആൻഡ് ചേഞ്ചസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരല്പം പരസ്പരം മനസ്സിലാക്കാനുണ്ട് എന്ന രീതിക്കുമായിരിക്കാം. അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, കോംപ്രമൈസ് വേണ്ടി വരും എന്ന രീതിക്കായിരിക്കും. ഒരാൾ മാത്രം വിട്ടുകൊടുക്കുക എന്ന രീതിക്കല്ല കേട്ടോ, രണ്ടുപേരും വേണം. ഓക്കെ, അതിന് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് സംസാരിക്കുക, മനസ്സിലാക്കുക, അതൊക്കെ വേണ്ടി വരും. അത് മാത്രമല്ല നിങ്ങളോടൊരു അഡ്വൈസായിട്ട് നമുക്ക് എടുക്കാം, ഗോ വിത്ത് ദ ഫ്ലോ എന്നുമായിരിക്കാം. എന്താണ് സംഭവിക്കുന്നത് അതുപോലെ അങ്ങോട്ട് പോട്ടെ, നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ട എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇവിടെ ക്ലെഞ്ച് ഫിസ്റ്റ് ഉണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ. നിങ്ങളിങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കേണ്ട. ഓക്കെ, അല്ല പേഴ്സൺ ഇപ്പോൾ സപ്പോസ് അകന്ന് നിൽക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ അവരെ പിടിച്ചു വെക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ മീൻസ് അവരെ ചേസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഈ ബന്ധം അവരെ ഇങ്ങനെ പിന്നാലെ നടന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. എന്താണ് ഇതിലെ ഫ്യൂച്ചർ എന്ന രീതിക്കൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഓക്കെ, അതിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കണ്ട. ഓക്കെ, അത് ഫ്ലോ അങ്ങനെ ആ ഒരു ഒഴുക്കിൽ അങ്ങനെ പോട്ടെ എന്നാണ് പറയുന്നത്.
കുറച്ച് പേര് നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ടാവാം. സോ അതുകൊണ്ടായിരിക്കാം പറയുന്നത് വേണ്ട. പിന്നെ അത് മാത്രമല്ല, സിറ്റുവേഷൻസ് അപ്പ് ആൻഡ് ഡൗൺ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും ലൈഫിൽ അങ്ങനെ തന്നെയാണ്, ഏത് കാര്യത്തിലായാലും ബന്ധത്തിലായാലും എവിടെയായാലും. ഓക്കെ, അപ്പം നമുക്ക് അതിലൊരു കൺട്രോൾ എപ്പോഴും ഇല്ല. ഓക്കെ, സോ മേ ബി നിങ്ങൾ കുറച്ച് നമ്മൾ കാലം, പ്രായം, സാഹചര്യം ഒക്കത്തിനനുസരിച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ ഐ തിങ്ക് ആ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ എൻഡിങ് എന്ന രീതിക്കൊന്നും വന്നിട്ടില്ല അവിടെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. പക്ഷേ യെസ്, പ്രോബ്ലംസ് വരുമ്പോൾ അതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ കൈറ്റ് പറയുന്ന ഡ്രീംസ്, ഫ്രീഡം. ശരിക്കും രണ്ടുപേർക്കും ഡ്രീംസ് ഉണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ രണ്ടുപേരും കാണുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു ഞാൻ. പേഴ്സൻ്റെ ഭാഗത്തും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ആൻഡ് അതെല്ലാം നടക്കുന്നതായിട്ടും നമുക്ക് ഫൈനൽ ലാസ്റ്റ് കാർഡ്സിന് നമ്മൾ കണ്ടിരുന്നു ഫ്യൂച്ചർ ഹോപ്പ് എന്ന രീതിയിൽ. സോ യെസ് ഉണ്ട്, ആൻഡ് ഇവിടെയും ഡ്രീംസ് ആണ്. സോ യെസ്, നിങ്ങളുടെ ഡ്രീംസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും. ഓക്കെ, സോ അതിന് പക്ഷേ സമയം കൊടുക്കാം. ഓക്കെ, കുറച്ചൊക്കെ സമയങ്ങൾ കൊടുക്കാം. ഇവിടെ അഗെയിൻ മൗണ്ടന് വീണ്ടും ഉണ്ട്, മൗണ്ടനിയറിങ്, മൗണ്ടൻ രണ്ടും ഉണ്ട്, ആൻഡ് മാരത്തോണും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യണ്ട എന്നൊരു അഡ്വൈസ് കൂടിയാണ്. റിലേഷൻഷിപ്പ് അതായത് ചേസ് ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്താ പറയുക, വിട്ട് കളയാനും ആയിട്ടില്ല. ഈ ബന്ധം അങ്ങനെ വിട്ട് കളയാറായിട്ടില്ല, അവസരം കൊടുക്കാം എന്ന രീതിക്കാണ്. ആൻഡ് ഇത് മുന്നോട്ട് പോവും എന്ന രീതി, ഇതിവിടെ ഒരു വിന്നറെയാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, ഒരാൾ ഒരു പേഴ്സൺ ഓടി ജയിക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളിതിൽ രണ്ടുപേരും എഫേർട്ട് ഇട്ടിട്ട് രണ്ടുപേരും കൂടി ശ്രമിച്ചാൽ ഇതിൽ നിങ്ങൾക്കൊരു വിന്നിങ് വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അഗെയിൻ ഇവിടെ ചാലഞ്ചസ് ഞാൻ നേരത്തെ പറഞ്ഞു. മൗണ്ടനിയറിങ്, നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കും. അതായത് അവരെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമായി. ഈ ഒരു കാർഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നടുവിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ അവരെ കൺട്രോൾ ചെയ്യുന്ന ഇഷ്ടമായിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അങ്ങനെ ചിലവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഒന്ന് ഈഗോ ആയിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, ഈഗോ അല്ലെങ്കിൽ ഓട്ടോണമി, യെസ്, ഈഗോ ഉണ്ട്, നല്ലോണം ഈഗോ ഉണ്ട്. അവർ ഫ്രീഡം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അവരെ അങ്ങനെ കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ അത് അവർക്കൊരു വല്ലാത്ത അവരെ കൂടുതൽ ഈഗോ ആക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം ഇതൊക്കെ കുറച്ച് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി പഠിക്കണം. സൈക്കോളജി ഒരു അല്പം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഇഷ്ടമല്ല എന്നറിയുമ്പോൾ നിങ്ങളതിനെ വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിനെ നിങ്ങളുടെ രീതിക്ക് എങ്ങനെ ആക്കി മാറ്റാൻ പറ്റും, കുറച്ചൊക്കെ ഒരു സ്ട്രാറ്റജി പഠിക്കണം നിങ്ങൾ. ഓക്കെ, എനിവേ ഇവിടെ ആനിമൽസ് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, കെയറിങ് ഉണ്ട്. ആക്ച്വലി ഡോഗാണ്. സോ ഡോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോയൽ എന്ന് പറയും, നമ്മൾ ആത്മാർത്ഥത അല്ലെ, വിശ്വസ്തത, എന്താണ് സത്യസന്ധത, വിശ്വസ്തത എന്നൊക്കെ പറയാം. സോ യെസ്, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങളോടുള്ള ലോയൽറ്റി അവർക്കുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അവർ നിങ്ങളോട് ലോയലാണ്. അവരെ മനസ്സിൽ അവരൊക്കെ ഉള്ള ഫീലിങ്സ്, സ്നേഹം, അത് യെസ്, അത് ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങളോടുണ്ട്. അഗൈൻ ഇവിടെ ഫ്രണ്ട്സ്, ലോയൽറ്റി, ഫ്രണ്ട്ഷിപ്പ്, ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ കാർഡാണ് ഇവിടെ ഒരു അല്പം നെഗറ്റീവ് വരുന്നത്. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, ഫ്രണ്ട്സ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ ട്രസ്റ്റിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജി, എനിക്കിതൊരു നല്ല വൈബല്ല കിട്ടി ഈ കാർഡിൽ. പ്രത്യേകിച്ച് ഈ റീഡിങ്ങിൽ എവിടെയോ എനിക്ക് ഇതൊരു നെഗറ്റീവ് വൈബ് കൊണ്ടുവരുന്നു. സോ മേ ബി നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ യെസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ലോയലാണ്, ഫ്രണ്ട്ഷിപ്പാണ്, നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാം പേഴ്സണിനെ എന്ന് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ പറ്റുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് കയറി വന്നു, അതുകൊണ്ടും കൂടിയിട്ടായിരിക്കാം. സോ മേ ബി എനിക്ക് തോന്നുന്നത് വേറെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ പേഴ്സൻ്റെ ഫ്രണ്ട് ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഇവിടെയും ആക്ച്വലി ടഫ്നെസ്, സ്ട്രെങ്ത് ആൻഡ് പെർസിവറൻസ് സെയിം കാർഡ്സാണ് വരുന്നത്. ഇവിടെയും അതായിരുന്നു, ഇതിലും അതായിരുന്നു. എവിടേക്കോ കുറേ കാര്യങ്ങൾ ഇതിലും അതാണ്. ടഫ്നെസ്, പെർസിവറൻസ്, ചാലഞ്ച്, ടഫ്നെസ്, സ്ട്രെങ്ത്, പെർസിവറൻസ്, പെർസിസ്റ്റൻസ്. യെസ്, നിങ്ങളുടെ ബന്ധം വളരെ മുന്നോട്ട് പോകും. ഓക്കെ, എളുപ്പത്തിലാവില്ല. കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, സ്ട്രഗിൾസ് ഉണ്ടാവും. നിങ്ങൾ ഫൈറ്റ് ചെയ്യും, വീണ്ടും ഒന്നകലും, വീണ്ടും അടുക്കും, ആ രീതിക്കായിരിക്കും. ഓക്കെ, കാരണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്, സ്ട്രോങ് ബോണ്ട് തന്നെയാണ്. നിങ്ങൾ പരസ്പരം വിട്ടുകളയാൻ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇടയിലൊക്കെ പിരിഞ്ഞാലും ശരി, എന്തൊക്കെ ചെയ്താലും ശരി, കറങ്ങി തിരിഞ്ഞ് അത് വീണ്ടും ഇങ്ങോട്ട് വരും. അതങ്ങനെയാണ്. ഓക്കെ, കാരണം നിങ്ങൾ ഇത് ഒരു അത്ര എളുപ്പത്തിലുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത്. ഇറ്റ്സ് നോട്ട് എ വെരി ഈസി റിലേഷൻഷിപ്പ്. കാരണം ഇത് ഒന്നാമത്തെ കാര്യം, ഇത് നിങ്ങളെ കൂടി ചിലപ്പോൾ പലതും പഠിപ്പിക്കുന്നതായിരിക്കാം. അവരും പലതും പഠിക്കുന്നുണ്ടാവാം ഈ ബന്ധത്തിൽ. അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഇവിടെ ലവ്, കെയർ, ടോളറൻസ്. യെസ്, നിങ്ങളുടെ പേഴ്സണിന് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, കെയർ ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈഗോ കാരണം
പലപ്പോഴും തുറന്ന് കാണിക്കാതിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ആരെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടാവാം. കാരണം മൗണ്ടൻ ഒക്കെ നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു തെറ്റ് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ട്, അതായത് ഓവർകം ചെയ്യേണ്ടി വരും. മൗണ്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ തടസ്സമുണ്ട് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്കത് കയറാൻ സാധിക്കും എന്നും മനസ്സിലാവുന്നുണ്ട് എനിക്ക്. മൗണ്ടൻ ആണ് മൗണ്ടനിയറിങ് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ശരിയാണ് നമ്മുടെ മുമ്പിൽ ഒരു മലയുണ്ട്, ഓക്കെ, അതിനെ കയറി കടന്നു പോകണം, അത് നിങ്ങൾക്ക് സാധിക്കും എന്നുകൂടിയാണ് പറയുന്നത്. ആൻഡ് അങ്ങനെ നിങ്ങൾക്ക് മറികടക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റാമിന ബിൽഡ് ചെയ്യണം, നിങ്ങൾ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണം, നിങ്ങൾ പീസ്ഫുള്ളായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യണം. അല്ലാതെ സ്ട്രെസ്സായിട്ട് ടെൻഷനായിട്ടൊക്കെ നിങ്ങളത് പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. വിട്ടുപോ എന്ന് പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇത് രണ്ടും കൂടി ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. വെള്ളത്തിന് നമുക്കിങ്ങനെ ഒരിക്കലും ഫുള്ളി കയ്യിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല അല്ലേ? സോ അതിങ്ങനെ അല്ലെങ്കിൽ മണലോ എന്തൊക്കെയോ നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഒന്നിനെയും നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഫുള്ളായിട്ട് പിടിച്ചു വെക്കാം, നമുക്ക് കാറ്റിനെയൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അങ്ങനെ ഫ്രീ ആയിട്ട് വിടാം. ഓക്കെ, നിങ്ങൾക്കുള്ളതാണെങ്കിൽ അതെവിടെയും പോവില്ല. ഇത് നിങ്ങൾക്കുള്ളതാണ് എന്നുള്ള സയൻസൊക്കെ യൂണിവേഴ്സ് തരുന്നുണ്ട്. ഞാൻ ഒരു ഡെക്ക് കൂടി എടുത്തേക്കാം. ഞാനിത് എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക എന്നെനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. കാര്യം ചെയ്യാം, റൊമാൻസ് ഏഞ്ചൽസ് എടുത്തേക്കാം. ബട്ട് ഇവിടെ ഐ തിങ്ക് നിങ്ങൾ തമ്മിലുള്ള ഈ പ്രോബ്ലംസ് കാരണം നിങ്ങളിപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചിലപ്പോൾ ചെയ്യാതെയോ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുക, സൈലൻ്റ് ആയിട്ട് നിൽക്കുക, പരസ്പരം വാച്ച് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്, എൻ്റെ അതൊക്കെ ശരിയാവും എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ ചേഞ്ച് ആവും. ഓക്കെ, നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിന് നിങ്ങൾക്കുള്ള അഡ്വൈസ് എടുത്തേക്കാം. കെമിസ്ട്രി, യെസ്, നിങ്ങൾ തമ്മിൽ ആക്ച്വലി കെമിസ്ട്രി ഉണ്ട്, പാഷൻ ഉണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു ചെറിയൊരു കാര്യം എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. നിങ്ങൾ സെയിം ജെൻഡർ കപ്പിൾസ് ആയിരിക്കാം. ഓക്കെ, സെയിം ജെൻഡർ വല്ലതും ഇതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ കാണുന്നത്. എന്തോ ഈ ഒരു കാർഡ് എനിക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, കെമിസ്ട്രി ഉണ്ട് നിങ്ങൾ തമ്മിൽ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ, പാഷൻ, കെമിസ്ട്രി എല്ലാം ഉണ്ട്. എൻ്റെ പാഷൻ എന്ന് പറഞ്ഞതേ പാഷൻ. ഓക്കെ, നിങ്ങളോട് നല്ലോണം ആക്ച്വലി ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ചിൽഡ്രൻ, ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ചിൽഡ്രൻ ആണ് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ലൈക്ക് ഇവിടുത്തെ നിങ്ങളുടെ തടസ്സം മേ ബി പേഴ്സൺ മാരീഡ്, അല്ലെങ്കിൽ അവർക്ക് കുട്ടികളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. മാരീഡ് ആവണം മീൻസ് ഇപ്പോൾ ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫ് ഇല്ല, പക്ഷെ അവർക്ക് കുട്ടികളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ചിൽഡ്രൻ ഉണ്ട് ഒരു ഇടയിൽ. കോഡിപ്പെൻഡൻസി ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പിടിച്ചു വെക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയി പോകരുത് പേഴ്സൻ്റെ മേലെ. ഓക്കെ, അവർ വന്നില്ലെങ്കിൽ എന്നെ വിട്ടു പോയാലോ എന്ന രീതിക്ക് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ച് അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കരുത്. കോഡിപ്പെൻഡൻ്റ് ആവരുത്. അഡിക്ഷൻസ് ആർ അഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. നിങ്ങളുടെ അഡിക്ഷൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ അവരെ വല്ലാതെ ചേസ് ചെയ്യുക, വല്ലാതെ അവരെ പിന്നാലെ പോവുക. ഓക്കെ, വിട്ട് കളയാതിരിക്കുക, മാക്സിമം നിങ്ങൾ പിടിച്ചു വെക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. റിലീസ് യുവർ എക്സ്. ഇത് ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി. ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു സപ്പോസ് സെപ്പറേഷനൊക്കെ ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് എന്താ പറയുക, ബന്ധം അവസാനിക്കുന്നു എന്നല്ല, പക്ഷെ തൽക്കാലം ആ ഒരു ഡിപ്പെൻഡൻസി മാറണം, അതാണ് വേണ്ടത്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എക്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു എക്സ് ഉണ്ടാവുക, അവിടെ അതിൻ്റെ ഒരു റിലീസിങ് ആവശ്യമുണ്ട് എന്ന രീതിക്കായിരിക്കാം. തേർഡ് പാർട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ പാസ്റ്റിൽ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച് കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറെ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ വേറെ അവർക്ക് എക്സോ എന്തെങ്കിലും ഉണ്ടാവാം. അതിനെ റിലീസ് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ നിങ്ങളത് റിലീസ് ചെയ്ത് വിടാം. എനിക്ക് അങ്ങനെ പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാം. അതിന് വേദനകൾ ഉണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ റിലീസ് ചെയ്ത് വിടാം. ഈവൻ പേഴ്സൻ്റെ ഭാഗത്തു നിന്നായാലും മേ ബി എക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് റിലീസ് ചെയ്യാനുണ്ട് എന്നായിരിക്കും. റീകൺസിലേഷൻ, യെസ്, ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ഉണ്ട്, റീകൺസിലേഷൻ ഉണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഓക്കെ ഒരു ന്യൂ ലവ് എന്ന് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു പുതിയ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാം, അല്ലെങ്കിൽ ഈ പേഴ്സണുമായിട്ട് തന്നെ നിങ്ങൾ തമ്മിലൊരു റിന്യൂവൽ ഉണ്ടാവും എന്നാണ് കാണുന്നത്. ഓക്കെ, യെസ്, പ്രോബ്ലംസ് ഉണ്ട് ഇടയിൽ. പ്രോബ്ലംസ് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ തേർഡ് പാർട്ടിയുടെ ഒരു കാര്യം ഉണ്ടാവാം, കുട്ടികൾ എന്ന രീതിക്ക് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള സ്ട്രോങ് ഒരു കണക്ഷനും എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. റീകൺസിലേഷൻ ഉണ്ടാവും. പേഴ്സൺ അകൽച്ചയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ഉണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ, സോ
ഇത് നിങ്ങളുടെ ഒരു ഹോൾ സിറ്റുവേഷൻ എടുത്ത പോലെയാണ്. ഇനി ഈ ഒരു കാർഡ്സ് നിങ്ങൾ മെയിനായിട്ട് ഓർമ്മ വെച്ചോളൂ. നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കും ആൻഡ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് അത് പറയുന്നത്. ഒരു പോസിറ്റീവ് സൈനാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത്. നിങ്ങളുടെ ഇടയിൽ ഒരു ഫ്യൂച്ചറിലേക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആവും എന്ന രീതിക്കാണ്. ഓക്കെ, ബട്ട് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാം. ഓക്കെ, സെൽഫ് ലവിലേക്ക് വരാം. നിങ്ങൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവുക, കുറച്ചുകൂടി സ്ട്രോങ് ആവുക. ഓക്കെ, ചേസിങ് അങ്ങനത്തെയൊക്കെ നിർത്താം. എനിവേ, എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.